നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ കൊടിസുനി ഒരു മാസത്തെ പരോളിന് പുറത്തിറങ്ങി. കൊടിസുനിയുടെ അമ്മ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് എതിരായിരുന്നിട്ടും ജയിൽ DGP 30 ദിവസത്തെ പ്രത്യേക പരോൾ കൊടിസുനിക്ക് അനുവദിച്ചു. തുടർന്ന് ശനിയാഴ്ച തവനൂർ ജയിലിൽ നിന്നും കൊടിസുനി പുറത്തിറങ്ങി. ചുരുക്കത്തിൽ കണ്ണൂരിലെ CPM ജില്ലാ സമ്മേളനം കൂടാൻ ഇനി കൊടിസുനിയും കളത്തിലുണ്ടാകും. നവീൻ ബാബുവിന്റെ ദുരൂഹമരണം, PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ സമ്മേളനം ആളിക്കത്തും. ഇതിനിടയിലാണ് കൊടിസുനിയെ കൂടി പുറത്തിറക്കിയുള്ള കളി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പലവട്ടം പരോൾ നൽകിയിട്ടുണ്ട്. അപ്പോഴൊന്നും കൊടിസുനിക്ക് പക്ഷേ പരോൾ കിട്ടിയില്ല. അപ്രതീക്ഷിതമായ മനുഷ്യാവകാശ കമ്മീഷനെ കൊടിസുനിയുടെ അമ്മ സമീപിക്കുന്നു. കൊടിസുനിയുടെ അമ്മ നൽകിയ അപേക്ഷ മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ DGPക്ക് കൈമാറുന്നു. ഇതിനെ തുടർന്നാണ് സുനിക്ക് ഒരു മാസത്തെ പരോൾ അനുവദിച്ചത്. കണ്ണൂരിൽ CPM ജില്ലാ സമ്മേളനം നടക്കുന്നത് ജനുവരി 21, 22, 23 തീയതികളിൽ. തളിപ്പറമ്പിലടക്കമാണ് ജില്ലാ സമ്മേളനങ്ങൾ. 30 ദിവസത്തേക്ക് കൊടിസുനി പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കണ്ണൂരിലെ ജില്ലാ നേതാക്കൾക്ക് സുരക്ഷിതത്വവുമുണ്ട്. പോലീസ് റിപ്പോർട്ടുകളൊക്കെ അവഗണിച്ചാണ് ഇപ്പോൾ കൊടിസുനിക്ക് നൽകിയിരിക്കുന്ന ഈ പരോൾ. അസാധാരണ സാഹചര്യത്തിൽ മാത്രമേ പ്രതികൾക്ക് 30 ദിവസത്തെ പരോൾ അനുവദിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ സുനിക്ക് 30 ദിവസത്തെ പരോൾ നൽകിയത് ജില്ലാ സമ്മേളനത്തിൽ കൂടി സജീവമാകാനാണ് എന്ന തലത്തിൽ ചർച്ചകൾ മുറുകുന്നു. ജയിലിൽ കിടന്ന പോലും കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് കൊടിസുനി. എത്രയെത്ര ആരോപണങ്ങളാണ് സുനിയുടെ പേരിൽ ഉയർന്നത്. എന്നിട്ടും പരോൾ അനുവദിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിൽ തങ്ങളുടെ തറവാട് സ്വത്താക്കി. കൊട്ടേഷൻ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിച്ചത് ജയിലറയ്ക്കുള്ളിലിരുന്ന്. ആഭ്യന്തര വകുപ്പ് അറിയാതെ ജയിൽ DGPക്ക് മാത്രമായി ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കാൻ കഴിയില്ല. കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തം. നേരത്തെ ജയിലിൽ നിന്ന് പരോൾ ലഭിച്ച ഘട്ടത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സുനിക്ക് പരോൾ നൽകരുത് എന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്ത് മനുഷ്യാവകാശത്തിന്റെ പേരിലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കണമെന്ന് KK രമ ആവശ്യപ്പെട്ടു. നേരത്തെ തന്നെ TP വധക്കേസ് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ നീക്കം നടന്നിരുന്നു. നേരത്തെ പരോളിലിറങ്ങിയ സുനിക്കെതിരെ ഏകദേശം 12ഓളം കേസുകളാണ് നിലവിലുള്ളത്. ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുണ്ട്. ജയിലിനകത്ത് വെച്ച് കൊട്ടേഷൻ ഏർപ്പാടുകൾ നടത്തിയതിനെക്കുറിച്ചുള്ള കേസുകളുണ്ട്. ജയിൽ വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ KK രമ പറയുന്നു. കൊടിസുനി അടക്കം TP വധക്കേസ് പ്രതികൾ ജയിലിൽ ലഹരി ഉപയോഗിച്ചതിനും ജയിൽ വാർഡന്മാരെ ആക്രമിച്ചതിനും ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനും സ്വർണ്ണക്കടത്തിൽ ഇടപെട്ടതിനെ തുടർന്നുമൊക്കെ നിരവധി കേസുകളെടുത്തിരുന്നു മുൻപ് ജയിൽ അധികൃതർ. FIR രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ ഈ കേസുകളിലൊന്നും അന്വേഷണം മുന്നോട്ട് പോയില്ല. സാധാരണഗതിയിൽ പ്രതികൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ കേസിലെ കുറ്റവാളികളെ ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റി തടിതപ്പുകയാണ് ഇവർ ചെയ്യുന്നത്. പ്രതികളെ ജയിലുകളിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്ക് പുറത്തു കൊണ്ടുപോകുമ്പോൾ പ്രത്യേക VIP പരിഗണനയും നൽകും. അവർക്ക് ആവശ്യമുള്ളതൊക്കെ ആ അവസരത്തിൽ പോലീസ് തന്നെ സംഘടിപ്പിച്ചു കൊടുക്കും. TP വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന ഒരു വശത്ത് പാർട്ടിയുടെ ന്യായീകരണ ക്യാപ്സൂൾ, മറുവശത്ത് TP വധക്കേസിലെ എല്ലാ പ്രതികൾക്കും താങ്ങും തണലുമായി നിൽക്കുന്ന CPM പാർട്ടി. ജയിലിലടക്കം ഈ പ്രതികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് CPM എന്ന പാർട്ടി തന്നെ. ജയിലിൽ ശരിക്കും VIPകളായി വിലസിയിരുന്നു കൊടിസുനിയും സംഘവും. അവർക്ക് വാർഡന്മാരെ എടാ പോടാ വിളിക്കാം, ഫോൺ വിളിക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യവുമുണ്ട്. മൊബൈൽ ഫോൺ പോലും അവർ സെല്ലിനുള്ളിൽ കരുതിയിരുന്നു. എന്തിനേറെ സാധാരണ ജയിൽ ഉദ്യോഗസ്ഥരും വാർഡന്മാരുമൊക്കെ ട്രാൻസ്ഫറിനായി സമീപിക്കുന്നത് കൊടിസുനിയെ. 2017 ജനുവരിയിൽ കൊടിസുനി ജയിൽ ഉദ്യോഗസ്ഥന് തന്നെ ഒരു മെമ്മോ കൊടുപ്പിച്ചു. സുനി മൊബൈൽ ഫോണിൽ ഫോൺ വിളിക്കുന്നത് കണ്ട് ഉദ്യോഗസ്ഥൻ ഇത് തൻ്റെ ഫോണിലേക്ക് പകർത്തുമ്പോഴാണ് സുനി പാഞ്ഞെടുത്തതും ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി SIM കാർഡ് നശിപ്പിച്ചതും. തടവുകാരുടെ ചിത്രം അനുമതിയില്ലാതെ എടുക്കാനാകില്ല എന്ന തൊടുന്യായം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടിയത്. എന്നാൽ സുനി ആരോടാണ് സംസാരിച്ചത് എന്നതിനെപ്പറ്റി ഒരുവിധ അന്വേഷണവും നടന്നില്ല. പ്രതികൾ ജയിലിനുള്ളിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചതും ഫേസ്ബുക്കിൽ പ്രതികളൊക്കെ ആഘോഷ തിമിർപ്പിൽ ആറാടുന്ന ദൃശ്യങ്ങൾ പകർത്തി അതിൽ പോസ്റ്റ് ചെയ്തതുമൊക്കെ ഒരു കാലത്ത് വലിയ വിവാദങ്ങളായി. സെല്ലിൽ മീൻ പൊരിക്കാനുള്ള അനുമതിയൊക്കെ സുനിക്കുണ്ടായിരുന്നു. പേടി കാരണം പല വാർഡന്മാരും സുനിക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്നു. ഒരിക്കൽ എതിർ ഗാങ് വിയ്യൂർ ജയിലിൽ വെച്ച് സുനിയെയും കൂട്ടരെയും ഒക്കെ തല്ലിച്ചതച്ചു. ജയിലിന് മുന്നിൽ അന്നത്തെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ അടക്കമുള്ള വൻ നിരയാണ് ഓടിക്കൂടിയത്. ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ TP വധക്കേസിലെ പ്രതികൾക്ക് കൈയയച്ച് പരോൾ നൽകി അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ഈ പ്രതികൾക്ക് സുഖവാസമൊരുക്കാൻ പല പൊടിക്കൈകളും സർക്കാർ പ്രയോഗിച്ചു. 2019 വിയ്യൂരിൽ നടന്ന മലബാർ കിണ്ണത്തപ്പ നിർമ്മാണം ഇതിന്റെ ഭാഗമായിരുന്നു.
നിയമം ലംഘിച്ച് രാത്രികാലങ്ങളിൽ TP വധക്കേസ് കുറ്റവാളികളെ സെല്ലിന് പുറത്തെത്തിക്കാനാണ് കിണ്ണത്തപ്പം നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത്. തലശ്ശേരി കിണ്ണത്തപ്പം വിയ്യൂർ സെൻട്രൽ ജയിലിലുണ്ടാക്കി ജയിൽ ഔട്ട്ലെറ്റിലൂടെ വിൽക്കാം എന്ന ആശയം അവതരിപ്പിച്ചതുപോലും ഈ TP വധക്കേസ് പ്രതികളെ സഹായിക്കാൻ. കിർമാണി മനോജും സംഘവുമായിരുന്നു അതിന് മുന്നിലുണ്ടായിരുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന കിർമാണി മനോജ്, S സിജിത്ത്, MC അനൂപ് എന്നിവരെ ഇതിനായി വൈകിട്ട് 6:30 മുതൽ 9:30 വരെ സെല്ലിന് പുറത്തിറക്കും. TP കേസ് തടവുകാരെ ഒരേ സെല്ലിൽ പാർപ്പിക്കാനോ ഒന്നിച്ചിവരെ പുറത്തിറക്കാനോ പാടില്ല എന്ന ഉത്തരവ് നിലനിൽക്കെയാണ് ഇത്തരം തോന്നിവാസങ്ങൾ. ജയിലിൽ കിടന്ന് കൊള്ളയും കൊലയും കള്ളക്കടത്തുമൊക്കെ ഈ കൂട്ടർ ആസൂത്രണം ചെയ്യും. ഇതൊക്കെ പണ്ട് മുമ്പേ അധോലോകത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും പിന്നീട് വിയ്യൂരിലും തവനൂരിലുമൊക്കെ ഇത് നമ്മൾ കണ്ടു. മോഷണം, പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ ജോലികൾ എന്നിവയൊക്കെ നടപ്പാക്കുന്നത് ജയിൽ സെല്ലിനുള്ളിലിരുന്ന്. ജയിൽ സെല്ലിൽ പോലും ഇവർക്ക് കഴിയേണ്ടതില്ല. കോമ്പൗണ്ടിൽ പ്രത്യേക ആസ്ഥാനങ്ങളുണ്ട് ഈ പ്രതികൾക്ക്. ഒരിക്കൽ കൊടിസുനിയുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച കോളുകളുടെ കണക്ക് കണ്ട് കേരളം ഞെട്ടി. 1000-ലധികം കോളുകൾ. സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കള്ളക്കടത്തുമൊക്കെ യഥേഷ്ടം നടത്തി ജയിലറയ്ക്കുള്ളിലിരുന്ന്. സ്വർണ്ണക്കടത്തിന്റെ പേരിൽ അർജുൻ ആയങ്കി വിവാദത്തിലും കൊടിസുനിയുടെ പേരാണ് അന്ന് നമ്മൾ ഉയർന്നു കേട്ടത്. ഈ സംഘാംഗങ്ങളുമായി CPMലെ ഉന്നതർക്ക് ബന്ധമുണ്ട് എന്ന ആരോപണം ശക്തമായിരുന്നു. അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള സ്വർണം പൊട്ടിക്കൽ, സ്വർണം കള്ളക്കടത്തുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് കൊടിസുനി നേരിട്ടായിരുന്നുവെന്ന വാർത്തകൾ അന്ന് ഇടം പിടിച്ചു. കേരളത്തെ പല്ലിളിച്ചു കാട്ടുന്നതാണ് ഭരണകൂടത്തിന്റെ ഈ നടപടികൾ. കൊടിസുനി ഇനി പുറത്ത് വിലസട്ടെ. പാർട്ടി സ്വസ്ഥമായി ജില്ലാ സമ്മേളനം നടത്തട്ടെ. നമ്മൾ ജനങ്ങൾ വീട്ടികൾ അല്ലാതെ എന്തു പറയാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.